ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വെണ്ടക്ക പുളിശ്ശേരിയാണ് കേട്ടോ. അപ്പോൾ അതിനായി ഞാൻ എടുത്തത് 350 ഗ്രാം വെണ്ടക്ക എടുത്തിട്ടുണ്ട്. നല്ല ഇളയ വെണ്ടക്ക എടുക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ ഒത്തിരി മൂത്ത വെണ്ടക്ക എടുത്താൽ പിന്നെ നമ്മൾക്ക് അത് കറിയിൽ നിന്ന് ചവച്ച് തുപ്പാനേ സമയം ഉണ്ടാവുമല്ലോ, അത് ടേസ്റ്റും ഉണ്ടാവില്ല കറിക്ക്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ 2 തക്കാളി കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടുന്നത് അതിൻ്റെ അരപ്പിൻ്റെ സാധനങ്ങളാണ്. അതിനായി ഞാൻ എടുത്തത് 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ജീരകം. പിന്നെ വേണ്ടുന്നത് 5-6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് നമ്മൾക്ക് എരിവിനെ അനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ്. പിന്നെ വേണ്ടുന്നതാണ് തൈര്. ഇത് ഏകദേശം 1/2 ലിറ്റർ തൈരുണ്ട്. പിന്നെ നമ്മൾക്ക് തൈര് പുളിക്ക് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എത്രയാണോ ചാറ് വേണ്ടുന്നത് അതിന് കണക്കായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഏറ്റവും ആദ്യം ഇതിൻ്റെ അരപ്പൊന്ന് റെഡിയാക്കാം. അപ്പോൾ ഞാൻ വെണ്ടക്കായെല്ലാം ഇത്ര നീളത്തിലാണ് മുറിച്ചെടുത്തത്. തക്കാളി ഇതാ വളരെ തിന്നായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്കിനി വെണ്ടക്ക പുളിശ്ശേരി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ വെണ്ടക്ക പുളിശ്ശേരിക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഏറ്റവും ആദ്യം ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ വെളിച്ചെണ്ണ നന്നായി ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് മുറിച്ച് വെച്ച വെണ്ടക്കായ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കുറേ സമയം ഇളക്കിയിട്ടാകുമ്പോൾ ഇതിൻ്റെ നമ്മൾ ആ പശയില്ല ആ ഒരു ഇത് നമ്മൾക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ വെണ്ടക്കായ നല്ലോണം വാട്ടിയിട്ട് അതിൻ്റെ ഒക്കെ മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിലേക്ക് തിന്നായി മുറിച്ച 2 നല്ല പഴുത്ത തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഇട്ടതിന് ശേഷം ഇളക്കി കൊടുക്കുന്നൊന്നുമില്ല. ഇതിലേക്ക് നമുക്ക് കഷ്ണത്തിന് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായി വെന്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ വെണ്ടക്കയെല്ലാം നന്നായി വാട്ടിയെടുത്തതിന് ശേഷം ഞാൻ 2 തക്കാളി അതിൽ നേർങ്ങനെ മുറിച്ചിട്ടിരുന്നു. അപ്പോൾ അത് നന്നായി വെന്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കഷ്ണത്തിന് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. തൈരും ജീരകവും പച്ചമുളകും ചേർത്ത് അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾക്ക് മിക്സിൻ്റെ ജാറ് കഴുകിയ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മിക്സിൻ്റെ ജാറ് കഴുകിയ വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മതി, ഇതിൽ കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കണ്ട, ഒരുപാട് വെള്ളമായി പോവും. അപ്പോൾ ഇന്ന് നമ്മൾക്ക് തീ കൂട്ടി വെച്ചിട്ട് ഇത് നന്നായി നല്ല പോലെ ഒന്ന് ചൂടാക്കി എടുക്കാം. തിളപ്പിക്കരുത്. നിങ്ങൾക്ക് ഇതിൽ മധുരം ചേർക്കുന്ന ഇഷ്ടമാണെങ്കിൽ ഇച്ചിരി വെല്ലോ അല്ലെങ്കിൽ ഇച്ചിരി പഞ്ചസാരയോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായി ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഇത് അരപ്പെല്ലാം ചേർത്തതിന് ശേഷം കറി നന്നായിട്ട് ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇതിൽ കാണുന്നില്ലേ നിങ്ങൾക്ക്? ഇതിലൊക്കെ ഇങ്ങനെ ബബിൾസ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് ഇത് തിളപ്പിച്ചെടുക്കേണ്ട ഇതൊന്ന് തീ ഓഫാക്കി കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വറവിട്ട് കൊടുക്കാം. അപ്പോൾ വറവിടാനായി ഞാൻ എടുത്തത് 1/4 ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തത് 1/4 ടീസ്പൂൺ ഉലുവ, 3-4 വറ്റൽമുളക്. ഇതാ കണ്ടില്ലേ, നല്ല നാടൻ കറിവേപ്പില കിട്ടിയിട്ടുണ്ട് ഗൈസ്. കുറേ കാലം കൂടിയിട്ട് കിട്ടിയതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾക്ക് കറിയിലേക്ക് ഒന്ന് വറുത്തിട്ട് കൊടുക്കാം. ഇനി നമ്മൾക്ക് വറവ് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള വെണ്ടക്ക പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.